ട്രംപും മോഡിയും അടിച്ചു പിരിഞ്ഞു. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് പല കഥകൾ വരുന്നുണ്ട്, പല വാർത്തകൾ വരുന്നുണ്ട്, പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏകദേശം 50% ഇന്ത്യയുടെ മുകളിൽ പണിഷിങ് ടാരിഫ്, അതായത് ഇന്ത്യയെ അടിച്ചേൽപ്പിക്കുന്ന ആ ടാരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ട്രേഡ് മാത്രമല്ല, ഇതിനകത്ത് റഷ്യൻ ഓയിലിൻ്റെ കച്ചവടമായി എല്ലാം തകിടം ഓരോന്നായിട്ടങ്ങ് മറിഞ്ഞു. ഇതിനകത്ത് ബേസിക്കലി ഞാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചെയ്ത വീഡിയോയിൽ ഇത് പറയുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സംഭവം ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് പ്രശ്നമുണ്ടാകും. നിങ്ങൾ ആ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കും. എന്താ അത് പറയാനുണ്ടായ കാരണം? മനസ്സിലാക്കേണ്ടത്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, നമ്മൾ ഇമ്പീരിയലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് നേഷൻ, ഗ്ലോബൽ പോലീസ്, ഇങ്ങനൊക്കെ പറയുമ്പോൾ തന്നെ ഈ രാജ്യം എന്ന് പറയുന്നത് ഭയങ്കര സ്വാർത്ഥതയാണ്. ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തിയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്നേ വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പ് അമേരിക്ക ഉണ്ടാക്കി കൊടുക്കത്തില്ല, ഒരു രാജ്യത്തിനും. അത് അവരുടെ പോളിസിയുടെ ഭാഗമാണ്. അമേരിക്കയുടെ മിഷൻ, അതായത് അവരുമായിട്ടുള്ള സ്ട്രാറ്റജിക് മിഷൻ, അതിനെപ്പറ്റി പല ആൾക്കാരും എഴുതിയ പല പുസ്തകങ്ങളുണ്ട്. അമേരിക്കൻസ് തന്നെയാണ്. അവരുടെ അമേരിക്കയുടെ കീ പോസ്റ്റിൽ നിന്ന് പല സീനിയർ ആയിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരും അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും അവരുടെ ഡിഫൻസ് സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, അമേരിക്കൻ പോളിസിയെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരാൾക്കാരെ സഹായിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷെ അമേരിക്കയുടെ അടിമയായിട്ട് മുന്നോട്ട് പോകണം. ഇത് അമേരിക്കയുടെ തിയറിയാണ്. അത് ട്രംപ് അല്ല, ബൈഡൻ അല്ല, ഒബാമയല്ല, ക്ലിന്റൺ അല്ല, ആര് വന്നാലും അവർ ആ പോളിസിയിൽ നിന്ന് മാറില്ല. അവർക്ക് കുറച്ചെങ്കിലും ഈ സമയത്ത് പേടിയുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് റഷ്യ അല്ല, ചൈന മാത്രമേ ഉള്ളൂ. കാരണം ചൈന അവരെ ചലഞ്ച് ചെയ്യുമോ എന്നുള്ള ഭയം. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ന്യൂസ് ശരിക്കും അനലൈസ് ചെയ്യുമ്പോഴും മനസ്സിലാകും. ഇപ്പം ഇന്ത്യ അമേരിക്ക ഈ വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം എസ്കലേറ്റ് ചെയ്തു. അമേരിക്കൻ മീഡിയ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്താ പ്രാധാന്യം കൊടുക്കുക? കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഈ രീതിയിലാണ് എല്ലാ രാജ്യങ്ങളോടും ഇടപെടുന്നത്. സ്വന്തം അയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ, ഇവരോടൊക്കെ ഏത് രീതിയിലാണ് പെരുമാറിയത്? അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം. അപ്പം ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പല യൂട്യൂബേഴ്സും പല മീഡിയ ഒക്കെ പറയുന്നു, അതേപോലെ ശശി തരൂർ വന്ന് റിട്ടാലിയേറ്ററി ടാരിഫ് ഇന്ത്യ കൊടുക്കണം. ഉറപ്പായിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തിരിച്ചടിക്കണം. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യനാണ് ഞാനും. പക്ഷെ എങ്ങനെ നമുക്കിതിനെ തിരിച്ചടിക്കാൻ പറ്റും? ഇന്ത്യ ഇതേപോലെ റിട്ടാലിയേറ്ററി ടാരിഫും അമേരിക്ക പറയുന്ന കാര്യങ്ങളും തിരിച്ചടിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ചിലപ്പം എല്ലാം കൂടെ കഴിയുമ്പോൾ നമ്മളൊരു പാഠം പഠിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വ്യത്യസ്തമായ രീതിയിൽ കുതിക്കാനും ഇടവരും. ഇതിനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിൽ ന്യൂയോർക്കിലുള്ള ആനന്ദ് അഹൂജ എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ്, അതായത് പ്രധാനമന്ത്രി മോദി അവിടെ പോകുമ്പോൾ ഇന്ത്യൻ ഡയസ്പോറയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ആളും കൂടിയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം BJP മത്സരിച്ചപ്പോൾ ശരിക്കും ഇന്ത്യൻ ഡയസ്പോറയുടെ സംഭാവനകളൊക്കെ കിട്ടിയ ആൾ, അതൊക്കെ ഏർപ്പെടുത്തി കൊടുത്ത കക്ഷിയാണ് ഈ പറയുന്ന ആനന്ദ് അഹൂജ. അപ്പം ഇന്നലെ ഈ റിപ്പബ്ലിക് ചാനലിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് മോദിക്കെതിരെയും ആ ചാനലിനെതിരെയും ട്രംപിൻ്റെ എന്താണ് ആറ്റിറ്റ്യൂഡിന് അനുകൂലമായിട്ട് ഇന്ത്യൻ ഡയസ്പോറയുടെ ഒരു സീനിയർ നേതാവ് ഇന്ത്യൻ ചാനലിൽ പറയുകയുണ്ടായി. ഇതേ ആൾ തന്നെയാണ് ശശി തരൂര്, അതായത് ഇന്ത്യൻ ഡെലിഗേഷന് ന്യൂയോർക്കിൽ പോയി കഴിയുമ്പോൾ വലിയ രീതിയിൽ സ്വീകരണം കൊടുത്തത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ മാറിയത്? അമേരിക്കൻസിൻ്റെ സ്വഭാവമാണ്. അതാണ് ഈ അമേരിക്ക പോയി കഴിഞ്ഞാൽ ഏത് ഇന്ത്യക്കാർക്കും അവരുടെ രാജ്യമെന്ന് പറഞ്ഞ അമേരിക്കയാണ്. അവർക്ക് ഇന്ത്യയോടൊക്കെ താല്പര്യമുണ്ട്, മോദിയോട് താല്പര്യമുണ്ട്, ഇന്ത്യ വളരണം എന്നൊക്കെ താല്പര്യമുണ്ട്.
പക്ഷെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ആ രാജ്യമാണ്. ഇതാണ് ഇത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സംഭവം, നമുക്ക് വേണമെങ്കിൽ റിട്ടാലിയേറ്ററി ടാരിഫ് ശശി തരൂർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ ബോയിങ് എയർക്രാഫ്റ്റ് വാങ്ങുന്ന രാജ്യം, അതായത് ഈ അടുത്തിടയ്ക്ക് ഓർഡർ നോക്കുകയാണെങ്കിൽ ഏകദേശം 600-ൽ പരം ബോയിങ് ആണ് ഇന്ത്യയിലെ പല ഏവിയേഷൻ കമ്പനികളും അമേരിക്ക കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അത് മുഴുവനും വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് മുഴുവൻ എയർബസിൻ്റെ അടുത്ത് പോകാം. പക്ഷെ ഇവിടെ ഓടുന്ന മറ്റുള്ള ബോയിങ് എയർക്രാഫ്റ്റിൻ്റെ സ്പെയർ പാർട്സിന് എവിടെ പോകും ശശി തരൂരേ? അതായത് പൊട്ടത്തരം പറയരുത്. റിട്ടാലിയേറ്ററി ടാരിഫ് അമേരിക്ക നമ്മൾ വിരട്ടുവാണെങ്കിൽ, തിരിച്ചടിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ സാധനം. അപ്പം ഇതെവിടെ ഈ സാധനത്തിൻ്റെ സർവീസ് സ്പെയർ പാർട്സിന് എവിടുന്ന് കിട്ടും തരൂരേ? അതായത് വെറുതെ ബോധമില്ലാത്ത രീതി കഴിഞ്ഞ 3-4 പ്രാവശ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ബജറ്റ് ഞാൻ കണ്ടതാ, ഏറ്റവും നല്ല ബജറ്റായിരുന്നു. അതിനെതിരെ ബോധമില്ലാത്ത രീതി സംസാരിക്കുന്ന പോലെ ഇത് ബോധമില്ലാത്ത രീതിയിൽ ഈ കാര്യത്തിലൂടെ പറയരുത്. കാരണം താങ്കൾക്ക് ഇതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. വെറുതെ കൈയടിക്ക് വേണ്ടിയല്ല ഇവിടെ ശ്രമിക്കേണ്ടത്. അതായത് അമേരിക്കൻ ഹാർഡ്വെയർ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കൻ ടെക് ജയൻസ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും IBM ആണെങ്കിലും ഏതൊക്കെ കമ്പനി എടുത്താലും ഇതിനിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഈ ബിഹൈൻഡ് ദ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ഇന്ത്യക്കാരാ. ഈ പറയുന്ന കമ്പനികൾക്കെതിരെ ടാരിഫ് നാളെ ഏർപ്പെടുത്തുവാണെങ്കിൽ ഇവരെല്ലാം കൂടെ പാക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെയുള്ള ടെക്കീസ് എന്തോ ചെയ്യും? ഇതാണ് ബോധമില്ലാതെ. ഇത് എങ്ങനെയെങ്കിലും ആമിക്കബിളി സെറ്റിൽ ചെയ്യണം. വളരെ കാര്യമായ രീതിയിൽ ചർച്ച നടത്തി സെറ്റിൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യരുത്. ഈ റഷ്യയുമായിട്ടുള്ള ഓയിൽ എന്ന് പറയുന്ന ഇഷ്യൂ, ഇത് ട്രംപ് പേഴ്സണലായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഇഷ്യൂ ആണ്. നേരത്തെ ട്രംപ് വന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇറാനുമായിട്ട് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ടാണ് നിർത്തിയത്? അതായത് ഇറാനും ഇസ്രായേലും അമേരിക്കയുമായിട്ട് പ്രശ്നം കൂടിക്കഴിഞ്ഞപ്പോൾ ട്രംപാണ് ആവശ്യപ്പെടുന്ന ഇന്ത്യയോട് നിർത്താൻ. അന്ന് നമ്മൾ ഇറാൻ്റെ ഓയിൽ വാങ്ങൽ സംഭവം നിർത്തി. അത് ആദ്യം മനസ്സിലാക്കി. രണ്ടാമത്, ഈ റഷ്യയുമായിട്ടുള്ള ഇഷ്യൂവിൽ ട്രംപിന് ഇപ്പോൾ താല്പര്യമുണ്ട്. കാരണം ട്രംപ് രണ്ടും കൽപ്പിച്ച് ഉക്രൈൻ്റെ കൂടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് അമേരിക്ക മാത്രമല്ല ഇന്ത്യക്കെതിരെ നിൽക്കുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെയാണ്. നമുക്കറിയാം ഇന്ത്യയിലൊരു റിഫൈനറിയാണ് നയര. ഇന്ത്യയിലെ പല ഭാഗത്തും അവർക്ക് പെട്രോൾ പമ്പുണ്ട്. ശരിക്കും ഇവിടെ വന്ന് റിഫൈനറി എടുത്ത് റിഫൈൻ ചെയ്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് വിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ നയരക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിച്ചപ്പോൾ, കാരണം നയര എന്ന് പറഞ്ഞ കമ്പനിയുടെ 49% സ്റ്റേക്ക് എന്ന് പറഞ്ഞ് റഷ്യൻ ഓയിൽ കമ്പനിയാണ്. എന്തുകൊണ്ടാണ് പിന്നെ അവിടുന്ന് ഓയിൽ എടുക്കാൻ ഈ ഷിപ്പിംഗ് കമ്പനികൾ തയ്യാറാകത്തെ? എന്തുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ ഭീമൻ ഇവരുടെ മുഴുവനും IT സർവീസ് മുഴുവനും കട്ട് ഓഫ് ചെയ്തത്? എന്താ ഇതിൻ്റെ കാരണം? അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെയാണ്. അതായത് കഴിഞ്ഞ 20 വർഷം നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇന്ന് പോകുന്നൊരു വഴിയുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ടെറൈനിൽ കൂടെ പോകുന്നത്. നമ്മുടെ ചുറ്റും അതേ രീതിയിലായി. ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധം അത്ര ശരിയല്ല. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റവും മോശമായ ബന്ധം, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് മോശമായിട്ടുള്ള ബന്ധം. 2 ദിവസം മുമ്പ് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെ ബോർഡർ കന്റോൺമെൻറ്റിനകത്ത് വലിയ ഡിസ്കഷൻ നടത്തുന്നു. എന്താ ഇതിൻ്റെ ഉദ്ദേശം? എന്തുവാ? ഇന്ത്യയെ ആംബുഷ് ചെയ്യാനുള്ള പരിപാടികൾ വരെ ഈ രാജ്യങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനം. അല്ലാതെ നമ്മളിവിടെ റഷ്യയോടോ അമേരിക്കയോടോ ഈ പ്രശ്നമല്ല, നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ്. ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഈ രാജ്യങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇന്ത്യയുടെ വേരുകൾ ഈ പല ഫോറിൻ രാജ്യങ്ങളിലും ഉണ്ട്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം ഈ പറയുന്ന അമേരിക്കയുമായിട്ട് സംസാരിച്ച് ഇത് സെറ്റിൽ ചെയ്യണം. ഈ റഷ്യയുമായിട്ടുള്ള ഓയിൽ ബിസിനസ്സിന് പഴയ ലാഭമൊന്നും ഇന്ത്യക്കില്ല. RBIയുടെ പുതിയ സംഭവത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്, പെട്ടെന്ന് റഷ്യയുമായിട്ടുള്ള ഓയിൽ ബിസിനസ് നിർത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ സാധ്യത. കാരണം ഈ ഓയിലൊന്നും ഇന്ത്യയിലല്ല ഉപയോഗിക്കുന്നത്.
ഇന്ത്യയിൽ ഇത് റിഫൈൻ ചെയ്ത് പോളിഷ് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോറിൻ കറൻസി ഇന്ത്യയിൽ കിട്ടുമ്പോൾ ഇന്ത്യയിലുള്ള കറൻസിയുടെ ഡീവാലുവേഷൻ കുറഞ്ഞു കിട്ടും. അതായത് ഇൻഫ്ലേഷൻ കുറയുന്നു. ഇതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. അല്ലാതെ ഈ കറൻസി കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു ലാഭവും ഇല്ല. ആകെ കിട്ടുന്ന $1.5 മാത്രമേ ഉള്ളൂ ഒരു ബാരലിനകത്ത്. ഈ ലാഭം പഴയതിൽ നിന്ന് ശരിക്കും കുറയുകയും ചെയ്തു. ബില്യൻ്റെ ടേൺ ഓവറാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ കറൻസി, അമേരിക്കൻ ഡോളർ, മറ്റു സാധനം കിട്ടുന്നു. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, നേരത്തെ റഷ്യ ഇന്ത്യയുമായിട്ടുള്ള ഓയിൽ കരാറിൽ ഇന്ത്യൻ കറൻസിയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യൻ കറൻസി അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് മാറുന്നില്ല. അതിൻ്റെ പേരിൽ റഷ്യയുമായിട്ടൊരു ധാരണയായി അവർ ദറംസിൽ വാങ്ങാം, അതായത് UAE കറൻസിൽ വാങ്ങാം. ആ രീതിയിലാണ് ഇപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതായത് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ അജിത് ഡോവൽ റഷ്യയിൽ പോയത് ഈ പറയുന്ന റഷ്യയുമായിട്ട് ധാരണയാകാനല്ല, ഒറ്റ ധാരണയിലേ ഉള്ളൂ. തൽക്കാലത്തേക്ക് റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് നിർത്താൻ പോവുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ 50% ടാരിഫുമായിട്ട് അമേരിക്കൻ ടാരിഫുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടാകും. പക്ഷേ ഇന്ത്യ തകരത്തില്ല. പക്ഷെ നമ്മൾ മുന്നോട്ടുള്ള എക്കോണമി അത് ബാധിക്കും. ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ഇഷ്യൂ ആകും. ആളുകൾ ഇന്ത്യയോട് ഈ പറയുന്ന പോലെ ഫ്രണ്ട്ലി ആയിട്ട് അമേരിക്കയുടെ അലയൻസ് പാർട്ട്ണർ എന്നും പറഞ്ഞ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരത്തില്ല. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. അമേരിക്ക തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവർ. അവർ തന്നെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതിനൊന്നും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് അമേരിക്കയുടെ ബന്ധം ഇത്ര ദൃഢമായതിൻ്റെ കാരണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. രൂക്ഷമായ പ്രശ്നങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. പല അമേരിക്കൻ കമ്പനികളും ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ഇന്ത്യൻ എക്കോണമിയെയും ഇന്ത്യൻ ജോബ് മാർക്കറ്റിനെയും ഭയങ്കരമായിട്ട് കയറി ബാധിക്കും. കറൻസിയുടെ വാല്യുവേഷൻ വീണ്ടും താഴോട്ട് പോകാനുള്ള വളരെയധികം സാഹചര്യങ്ങളുണ്ട്. ഇത് ആമിക്കബിളി സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനാലിസിസ്.